മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരരെ, ഇന്ന് നാം ധ്യാനിക്കുന്നത് ഈശോ പ്രവചിച്ച വളരെ വലിയൊരു അത്ഭുതത്തെ പറ്റിയാണ്. ആ അത്ഭുതം വളരെ വലിയ വലുതാണ്. എന്നാൽ ആ അത്ഭുത സാക്ഷികളായിരുന്നവർ, ആ അത്ഭുതം കണ്ടവർ പല വിധത്തിലാണ് ആ ഈശോയുടെ മനോഭാവത്തെ അവര് നോക്കിക്കണ്ടത്, അല്ലെങ്കിൽ പല വിധത്തിലുള്ള അഭിപ്രായമാണ് അവർ പ്രകടിപ്പിച്ചത്. അതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ഈ അത്ഭുതത്തെ 3 തരത്തിലാണ് യഹൂദർ അല്ലെങ്കിൽ ഈശോയുടെ ശിഷ്യന്മാർ കണ്ടത്. ആ 3 തരത്തിലുള്ള മനോഭാവത്തെ പറ്റിയാണ് ഇന്നത്തെ വചനത്തിൽ നാം ധ്യാനിക്കുന്നത്. ലേഖ്യയുടെ പുസ്തകം 16-ാം അധ്യായം 20 മുതൽ 28 വരെയുള്ള തിരുവചനത്തിൽ നാം കാണുന്നത് പാപപരിഹാരത്തിലുള്ള ബലിയെ പറ്റിയാണ്. പാപപരിഹാരത്തിൽ ബലി എപ്രകാരം അർപ്പിക്കണമെന്നും അത് എങ്ങനെയാണ് ഇത് സ്വീകാര്യമാകുന്നതെന്നും ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കറിയാം, പാപപരിഹാര ബലിയിലൂടെയാണ് ഇസ്രായേൽക്കാർക്ക് പാപം ലഭിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മുടെ രക്ഷകനും കർത്താവ് ഈശോയുടെ ബലിയിലൂടെയാണ് നമുക്ക് ഓരോരുത്തർക്കും രക്ഷ ലഭിച്ചിരിക്കുന്നത്. യേശയ്യാപ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 1 മുതൽ 15 ഭാഗം നാം ധ്യാനിക്കുന്ന ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ പറ്റിയാണ്. ആദ്യമായി നാം കാണാൻ സാധിക്കും, പല വിധത്തിലുള്ള പാപപരിഹാര ബലികൾ അവരർപ്പിക്കുമ്പോൾ ആ കർത്താവ് സ്വീകാര്യമായി തീരുമ്പോൾ കർത്താവരെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഏതൊക്കെ വിധത്തിലുള്ള അനുഗ്രഹങ്ങളാണ് അവർക്ക് നൽകുന്നതെന്നാണ് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവരെ എങ്ങനെയൊക്കെയാണ് ഇവരെ അനുഗ്രഹിക്കുന്നത്, എന്തൊക്കെ ഐശ്വര്യങ്ങളാണ് അവർക്ക് ലഭിക്കുന്നത്, എങ്ങനെയാണ് അവരെ സംരക്ഷിക്കുന്നത്, എങ്ങനെയാണ് അവരെ നയിക്കുന്നത്, അതിനെപ്പറ്റി എല്ലാം ഇവ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മളെ ഓരോരുത്തരെയും ദൈവം ഇതുപോലെ നയിക്കുകയും സംരക്ഷിക്കുകയും നമ്മുടെ കൂടെ ആയിരിക്കുകയും ചെയ്യുന്നു എന്ന് ഈ വചനം നമ്മെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. യൂദാസ് എഴുതിയ ലേഖനം 8 മുതൽ 13 വരെയുള്ള വചനങ്ങളിൽ ഞാൻ ധ്യാനിക്കുന്നത് വ്യാജ ഉപദേഷ്ടാക്കളെ പറ്റിയാണ്. എന്താണ് അവരെ പറ്റി എഴുതിയിരിക്കുന്നത്? അവർക്ക് യേശുക്രിസ്തു മുഖേന ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റി ഒരു അറിവുമില്ല. അവർ കർത്താവിന്റെ രക്ഷയിലെ മാർഗത്തോട് അവർ നടക്കുന്നില്ല, മറ്റവരെ നയിക്കുന്നില്ല. അവര് ഈ ലോകം ജീവിച്ചുകൊണ്ട് അവരുടേതായ കാര്യങ്ങൾ അവർ പ്രഘോഷിക്കുന്നു. അവർക്ക് വലിയ ശിക്ഷ ലഭിക്കുമെന്ന് ഈ വായന നമ്മെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 14 മുതൽ 26 വചനത്തിൽ നാം വായിക്കുന്നത് ഈശോ പറഞ്ഞ വളരെ വലിയ അത്ഭുതത്തെ പറ്റിയാണ്. യേശു ഒരു ഊമനെ സുഖപ്പെടുത്തുന്നു. അവൻ പിശാച് പുറത്തേക്ക് പോകുമ്പോൾ ഊമൻ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഈ അത്ഭുതം കണ്ട ജനങ്ങൾ 3 വിധത്തിലാണ് പ്രതികരിച്ചത്. 1, കുറെ പേർ ഈ അത്ഭുതം കണ്ട് യേശു വിശ്വസിച്ചു. 2, കുറെ പേർ യേശു കുറ്റം ആരോപിച്ചു. പറഞ്ഞു, പിശാചുക്കളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ് യേശു പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെന്ന്. 3, മറ്റു ചിലർ സ്വർഗത്തിൽ നിന്ന് യേശു പറയുകയാണ് ചെയ്യുന്നത്, ഒരു അടയാളം കാണിക്കണില്ല, അടയാളം ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അത്ഭുതത്തിൽ 3 വിധത്തിലുള്ള മനോഭാവന്റെ അഭിപ്രായങ്ങളാണ് മനുഷ്യർക്കുണ്ടായിരുന്നത്. കുറെ പേർ വിശ്വസിച്ചു, മറ്റു ചിലർ യേശുവിനെ വിമർശിച്ചു, കുറ്റപ്പെടുത്തി. അതായത് ബെൽസെബൂലിനെ കൊണ്ടാണ് യേശു ഈ അത്ഭുതം പ്രവർത്തിച്ചതെന്ന്. കുറെ പേർ സംശയത്തിൽ പറയുകയാണ് ചെയ്യുന്നത്, ഒരു സ്വർഗത്തിന് അടയാളം കാണിക്കുക എന്നാൽ ഞങ്ങൾ വിശ്വസിക്കാമെന്ന്. എന്നാൽ എന്താണ് യേശു ഇവരുടെ മനോഭാവം, ഇവരുടെ അഭിപ്രായത്തിന് എന്താണ് യേശു മറുപടി പറയുന്നത്? യേശു എല്ലാവരും വിളിച്ച് അവരുടെ അഭിപ്രായത്തിന് ആ ഒരു സംശയത്തിന് ഉത്തരം നൽകുന്നില്ല. മറിച്ച് യേശു ഒരു ഉത്തരം മാത്രമാണ് തരുന്നത്. യേശു അവർ പറയാണ്, എന്നോട് കൂടെ അല്ലാത്തവൻ എനിക്ക് എതിരാണ്, എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. എന്നോട് കൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ്, എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. വിശാൽ പ്രിയപ്പെട്ട സഹോദരരെ, ഒരിക്കൽ കൂടി ഈ വചനം എന്താണ് നമ്മെ ഇന്ന് പഠിപ്പിക്കുന്നത്? 1, യേശുവിന് പിശാചുക്കളുടെ മേൽ അധികാരമുണ്ട്. 2, യേശുവിന് രോഗശാന്തി നൽകാനുള്ള അധികാരമുണ്ട്. 3, പാവങ്ങൾ മോചിക്കാനുള്ള അധികാരമുണ്ട്. അത് യേശുവിന്റെ ശക്തിയല്ല, മറിച്ച് പിതാവ് നൽകുന്ന ഒരു അധികാരമാണ്. ആ അധികാരമാണ് എപ്പോഴും യേശു ഉപയോഗിച്ചത്. വചന പ്രഘോഷത്തിനാണെങ്കിലും പ്രാർത്ഥനയിലാണെങ്കിലും രോഗശാന്തി ശുശ്രൂഷകളിലാണെങ്കിലും എല്ലാ അത്ഭുതങ്ങളും പിതാവ് നൽകിയ അധികാരം ഉപയോഗിച്ച് യേശു ഈ പ്രവർത്തികൾ ചെയ്യുകയാണ് ചെയ്യുന്നത്, തന്റെ ദൗത്യം നിറവേറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ യേശുവിന് എന്റെ മേൽ, എന്റെ കുടുംബത്തിന്മേൽ അധികാരമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് യഥാർത്ഥമായ അത്ഭുതങ്ങൾ സംഭവിക്കുക. യേശുവിന് അധികാരം എന്ന പിതാവായ ദൈവമാണ്. അതുകൊണ്ടാണ് ഇത് ഈ അത്ഭുതം കണ്ടു മറ്റു പറഞ്ഞത് ബെൽസെബൂലിനെ കൊണ്ടാണ്, അല്ലെ ബെൽസെബൂലിന്റെ അധികാരം ഉപയോഗിച്ചാണ് യേശു ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞപ്പോൾ
യേശു എന്താണ് പറയുന്നത്? എന്നോട് കൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ്, എന്നോട് ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. ഇന്ന് യൂട്യൂബിലൂടെ യേശുവിന്റെ വചനം കേൾക്കുന്ന സമയത്ത്, ജീവന്റെ വചനം ശ്രവിക്കുന്ന സമയത്ത് നമ്മുടെ മനോഭാവം എന്താണ്? നമ്മുടെ അഭിപ്രായം എന്താണ്? നാം ചിന്തിക്കാറുണ്ടോ? യേശു നമ്മൾ വിശ്വസിക്കാറുണ്ടോ? ആദ്യം കണ്ട ജനങ്ങളെ പോലെ യേശു അത്ഭുതം പ്രവർത്തിക്കാനാണ്, രോഗശാന്തി നൽകുന്നവനാണ്, യേശു എന്റെ നാഥനാണ്, എന്റെ രക്ഷകനാണ്, എന്നെ നയിക്കുന്നവനാണ്. നമ്മൾ യേശു സംശയിക്കാറുണ്ടോ? യേശുവിന് കഴിവില്ല, ശക്തിയില്ല, അധികാരമില്ല എന്ന്, അല്ലെ യേശു പിശാചുക്കളോടാണ് പ്രവർത്തിക്കുന്നതെന്ന്? അതോ നാം യേശുവിലെ ചോദ്യം ചോദിക്കാറുണ്ടോ? എന്റെ ജീവിതത്തിൽ അടയാളം സംഭവിച്ചാൽ മാത്രമേ, എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രമേ ഞാൻ യേശു വിശ്വസിക്കൂ എന്ന് നാം ചിന്തിക്കാറുണ്ടോ? നാം പ്രാർത്ഥിക്കണമെന്ന് യേശു പൂർണ്ണമായിട്ട് വിശ്വസിക്കാനായിട്ട്. കാരണം യേശുവിന് നമ്മുടെ അധികാരമുണ്ട്. ആ അധികാരം യേശു ഉപയോഗിക്കുമ്പോൾ നമുക്ക് രോഗശാന്തിയും മറ്റുള്ള എല്ലാവിധ ബന്ധങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. പ്രത്യേകമായി പിശാചിന്റെ, സാത്താന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും യേശു നമ്മെ മോചിപ്പിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഒരിക്കൽ കൂടി ഈ തിരുവചനം ശ്രവിക്കുവാനായിട്ട് അങ്ങ് ഞങ്ങൾക്ക് അവസരം നന്ദി പറയുന്നു. പലതവണ ഞങ്ങളും അങ്ങ് സംശയിക്കാറുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാത്തുമ്പോൾ പല തവണ ഞങ്ങൾ വിമർശിക്കാറുണ്ട് അങ്ങനെ ശക്തിയെപ്പറ്റി അല്ലെങ്കിൽ അധികാരത്തെപ്പറ്റി. ഇന്ന് ഒരിക്കൽ കൂടി അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. ഈ അത്ഭുതത്തിലൂടെ അല്ലെങ്കിൽ ഈ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കുറെ പേർ അങ്ങ് വിശ്വസിച്ചു, കുറെ പേർ അങ്ങ് വിമർശിച്ചു, കുറെ പേർ അങ്ങ് സംശയിച്ചു. ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവേ, അങ്ങ് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ. എല്ലാവിധ രോഗങ്ങളും ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങനെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങ് പിശാചിന്റെ മുകളിൽ അങ്ങ് അധികാരമുണ്ട്. ഞങ്ങളുടെ എല്ലാ ബന്ധങ്ങളും ഞങ്ങളെ മോചിപ്പിക്കണമേ. പരിശുദ്ധാത്മ കൃപയും അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാവരെയും പരിശുദ്ധാത്മ ശക്തിയാൽ നിറയ്ക്കണമേ. നമ്മുടെ കർത്താവ് യേശുവിന്റെ കൃപയും പിതാവ് ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.